ഇവിടെ നമുക്ക് രണ്ട് കോൺസെൻട്രിക് കോയിൽസ് ഉണ്ട്. അതിൽ ഒന്നിന്റെ റേഡിയസ് മറ്റേതിനേക്കാളും വളരെ കുറവാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഈ സിസ്റ്റത്തിന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് കാണാൻ പോകുന്നത്. ഒരു പെയർ ഓഫ് കോയിൽസിന് ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മാത്രമേ ഉണ്ടാവൂ എന്നതിനാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഔട്ടർ കോയിൽ വിത്ത് റെസ്പെക്ട് ടു ഇന്നർ കോയിൽ കണ്ടാലും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഇന്നർ കോയിൽ വിത്ത് റെസ്പെക്ട് ടു ഔട്ടർ കോയിൽ കണ്ടാലും നമുക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഇതിൽ ഏത് കോയിലിന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാനാണോ നമുക്ക് ഈസി ആയി തോന്നുന്നത് ആ കോയിലിന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഔട്ടർ കോയിൽ വിത്ത് റെസ്പെക്ട് ടു ഇന്നർ കോയിലാണ് കാണാൻ പോകുന്നത്. ആയതിനാൽ ഇവിടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത് ഇന്നർ കോയിലിലായിരിക്കും. അടുത്തത് നമ്മൾ ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് എഴുതുന്നത്. ഫസ്റ്റ് കോയിലിലുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് കോയിൽ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് ടൈംസ് കറന്റ് ഇൻ ദി സെക്കൻഡ് കോയിൽ എന്നാണ്. മ്യൂച്വൽ ഇൻഡക്ഷന്റെ കേസിൽ ഒരു കോയിലിലെ ഫ്ലക്സ് മറ്റേ കോയിലിലെ കറന്റ് കാരണമാണ് ഉണ്ടാവുന്നത്. എന്നാൽ സെൽഫ് ഇൻഡക്ഷനിൽ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിം കോയിലിലെ കറന്റ് തന്നെയാണ് ഇക്വേഷനിൽ വരുന്നത്. അടുത്ത മെത്തേഡിൽ കറന്റ് ഫ്ലോ ചെയ്യുന്നത് ഔട്ടർ കോയിലിലൂടെയാണ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഇന്നർ കോയിലിലൂടെയുള്ള ഫ്ലക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഫ്ലക്സിന്റെ ഇക്വേഷൻ വരുന്നത്. നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഫ്ലക്സ് ആണ് നമ്മൾ കാണേണ്ടത്. ഇതാണ് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ. ഈ കേസിൽ സെക്കൻഡ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് കോയിലിന്റെ ഏരിയയിൽ എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിട്ടല്ല വരുന്നത്. ഇവിടെ ഇത്തരത്തിൽ നോൺ യൂണിഫോം ഫീൽഡ് ആയതിനാൽ ഫ്ലക്സ് കാൽക്കുലേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്നാൽ ഇവിടെ ഫസ്റ്റ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് വരുന്നത്. സെക്കൻഡ് കോയിലിന്റെ ഏരിയ വളരെ കുറവായതിനാൽ ഈ ചെറിയ ഏരിയയിൽ ഫീൽഡ് ലൈൻസ് യൂണിഫോം ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആയതിനാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാൻ പോകുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് കോയിൽ ആയതിനാൽ നമ്മൾ B1 എന്നാണ് എഴുതുന്നത്. എന്നാൽ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് കോയിലിന്റെ ആയതിനാൽ അതിന്റെ ഏരിയയാണ് ഇവിടെ എഴുതേണ്ടത്. ബയർഡ്-സവാർട്സ് ലോ പ്രകാരം dl ലെങ്ത് ഉള്ള കറന്റ് എലമെന്റ് r ഡിസ്റ്റൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 / 4π I/dl sin θ / r² എന്നായിരിക്കും. dlനും rനും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതിനാൽ ഇവിടെ sin 91 ആയിരിക്കും വരുന്നത്. ഇവിടെ R1 എന്ന് പറയുന്നത് വലിയ കോയിലിന്റെ റേഡിയസ് ആണ്. കറന്റ് I1 എന്നാണ് വരുന്നത്. ഈ സർക്കുലർ പാത്തിലൂടെ dlനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലൂപ്പിന്റെ സർക്കംഫറൻസ് ആണ് കിട്ടുന്നത്. ആയതിനാൽ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ വരുന്നത്. A2 എന്ന് പറയുന്നത് ചെറിയ കോയിലിന്റെ ഏരിയയാണ്. ഇവിടുന്ന് നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ലഭിക്കുന്നു. ഇതിൽ ഏത് മെത്തേഡിൽ ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്.